Hi all, welcome to Shadow Broadcasting Free Path IAS. I am Rendoraj. Let's continue learning Indian polity. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ലാസ്റ്റ് സെഷനിൽ കുറച്ച് PYQs നോക്കിയായിരുന്നല്ലോ. വാട്ട് ഈസ് PYQ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. എന്തിനാണ്? UPSCനെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ മെക്കാനിസം ഫോളോ ചെയ്യുന്നത് അല്ലേ? സോ ലെറ്റ്സ് ലേറ്റ് എ ന്യൂ ക്വസ്റ്റ്യൻ. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഈസ് വൺ ഇൻ വിച്ച്. അതിൻ്റെ അർത്ഥം എന്താണ് പാർലമെൻ്ററി ഗവൺമെൻറ് സംവിധാനം എന്നാണ് ചോദ്യം അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. വാട്ട് ഈസ് പാർലമെൻ്ററി ഗവൺമെൻറ്? എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചേഴ്സ്. നോക്ക്, ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദി പാർലമെൻറ്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദി ഗവൺമെൻറ്. അതായത് അസ്യൂം ചെയ്യാം, നമ്മുടെ കേന്ദ്ര പാർലമെൻറ്റിനകത്ത് ഇന്ത്യയിലായി പാർലമെൻറ്റിനകത്തുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും മന്ത്രിമാരുണ്ടോ? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ദി പാർലമെൻറ്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദി ഗവൺമെൻറ്. കറൻ്റ്ലി ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സിലെ ആ വ്യക്തി കേന്ദ്രമന്ത്രിയാണോ? അല്ല. കാരണം എന്താണ്? ഏത് പാർട്ടിക്കാണോ മെജോറിറ്റി കിട്ടുക അവർക്ക് എന്ത് സാധ്യമാകത്തുള്ളൂ? ഗവൺമെൻറ് ഫോം ചെയ്യാൻ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒരിക്കലും എന്തല്ല, ശരിയല്ല. ദി ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ടു ദി പാർലമെൻറ്റ് ആണോ? ശരിയാണ്. ദിസ് കൈൻഡ് ഓഫ് ഉത്തരവാദിത്ത ഭരണം, സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആണെങ്കിൽ, ഉത്തരവാദികളാണെങ്കിൽ, ദാറ്റ് ഗവൺമെൻറ് സംവിധാനം ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി ഗവൺമെൻറ്. അപ്പോൾ ശരിയല്ലേ? ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ പാർലമെൻറ്റ് ശരിയാണ്. ബാക്കി വായിക്കൂ. ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഇറ്റ്. പാർലമെൻറ്റിന് സർക്കാരിനെ പുറത്താക്കാൻ സാധ്യമാണെന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. എങ്ങനെ? ഒരു അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ, വിച്ച് മീൻസ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ ലോക്സഭയിൽ പാസ്സാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. ഒരു കൺവെൻഷനായിട്ടാണെങ്കിൽ പോലും, വാട്ട് ഈസ് കൺവെൻഷൻ? എഴുതി വെക്കപ്പെടാത്ത കാര്യങ്ങൾ ഒരു ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയോ ചെയ്തു പോകുന്ന കീഴ്വഴക്കം, ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? രാജിവെക്കും. അങ്ങനെയാണെങ്കിൽ ആ സർക്കാരിനെ പുറത്താക്കാൻ പാർലമെൻറ്റ് സാധ്യമാണെന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ? അത് ശരിയാണ്. സോ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. സി, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അടുത്ത ഓപ്ഷൻസ് തെറ്റിയെന്നും പഠിക്കണം. വൈ? UPSC പലപ്പോഴും ഈ വർഷം ചോദിക്കുന്ന തെറ്റുത്തരങ്ങൾ ഒരുപക്ഷെ അടുത്ത വർഷങ്ങളിൽ ചോദ്യങ്ങളായിട്ട് വന്നേക്കാം. സി, ചില വർഷങ്ങളിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ അടുത്ത വർഷങ്ങളിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ചില വർഷങ്ങളിലെ ചോദ്യങ്ങൾ അടുത്ത വർഷങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടും വന്നിട്ടുണ്ട്. റിപ്പീറ്റേഷൻ UPSCയിൽ നടക്കുന്നുണ്ട്. പൊളിറ്റിയിൽ മാത്രമല്ല, ഹിസ്റ്ററിയിലും വരുന്നുണ്ട്, ജോഗ്രഫിയിലും വരുന്നുണ്ട്, സയൻസിൽ വരുന്നുണ്ട്, എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ, കറണ്ട് അഫയേഴ്സിൽ വരില്ല, സയൻസ് ഇതാണ് എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ വരുന്നുണ്ട്. ഇവിടേക്ക് എന്ത് വരുന്നുണ്ട്? റിപ്പീറ്റേഷൻ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ എന്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായെന്ന് മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൊണ്ട് ബാക്കി തെറ്റിയെന്നും മനസ്സിലായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് സി തെറ്റി? ദി ഗവൺമെൻറ് ഈസ് ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ ശരിയാണ്. ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദം. ദം ആർക്ക്? ജനങ്ങൾക്ക് സർക്കാരിനെ പുറത്താക്കാൻ സാധ്യമാണോ? സാധ്യമല്ല. നമുക്ക് എലക്ട് ചെയ്ത് ജയിപ്പിക്കാൻ സാധ്യമാണ്. ഒരു സർക്കാരിനെ പുറത്താക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമാണോ? സാധ്യമല്ല. ആരെ കൊണ്ട് സാധിക്കത്തുള്ളൂ? ഇപ്പോൾ മുഖ്യമന്ത്രിനെ പുറത്താക്കണമെങ്കിൽ MLA മാരെ കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. പ്രധാനമന്ത്രിനെ പുറത്താക്കണമെങ്കിലോ ലോക്സഭ MP മാരെ കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. ജനങ്ങൾക്ക് എന്തല്ല? സാധ്യമല്ല. സോ സി ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. The government is chosen by the parliament but cannot be removed by it before the completion of a fixed term. നമ്മുടെ സർക്കാരുകൾക്ക് 5 വർഷം ഫിക്സഡ് കാലാവധി ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? സർക്കാരിൻ്റെ മെജോറിറ്റി എപ്പോൾ നഷ്ടപ്പെടുന്നു, ഒരു സർക്കാരിൻ്റെ ഭൂരിപക്ഷം എപ്പോൾ നഷ്ടപ്പെടുന്നു, ഒരു അവിശ്വാസം എപ്പോൾ പാസ്സാകുന്നു, സർക്കാർ എന്ത് ചെയ്യണം? രാജിവെക്കേണ്ടി വന്നേക്കാം. അതിൻ്റെ അർത്ഥം സർക്കാരിനെ പുറത്താക്കാൻ പറ്റില്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ആണോ? ഒരിക്കലുമല്ല. ദാറ്റ്സ് വൈ ബി ഈസ് ആൾസോ എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എന്താണ് പാർലമെൻ്ററി ഗവൺമെൻറ് സംവിധാനം? എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചേഴ്സ്. ദാറ്റ് സംവിധാനം ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി ഗവൺമെൻറ് മെക്കാനിസം. ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഈസ് ദാറ്റ്. പാർലമെൻ്ററി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. It provides continuity of policy and is more efficient. Executive remains responsible to the legislature. ആ ഒരു ഉത്തരവാദിത്ത ഭരണ സംവിധാനം ഈസ് വാട്ട് മീൻ ബൈ പാർലമെൻ്ററി
ഫോം ഓഫ് ഗവൺമെൻറ്. എന്തുകൊണ്ട് തെറ്റി? ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. നമ്മുടെ എക്സിക്യൂട്ടീവ്സും ലെജിസ്ലേച്ചറും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? സെപ്പറേറ്റഡ് ആണോ? അല്ല. കാരണം എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് പുള്ളി ആരും കൂടിയാണ്? മെമ്പർ ഓഫ് പാർലമെൻറ്റ് കൂടിയാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രിയോ ഡിഫൻസ് മന്ത്രി എന്ന എക്സിക്യൂട്ടീവ് പുള്ളി ആരും കൂടിയാണ്? ഒരു MP കൂടിയാണ്. നമ്മുടെ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവസാനം ആരും കൂടി ആയിരിക്കും? ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് കൂടിയായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ലെജിസ്ലേച്ചറിലും എന്തുണ്ടായിരിക്കും? അംഗത്വം ഉണ്ടായിരിക്കും. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ആരും കൂടിയാണ്? ഒരു MLA കൂടിയാണ്. ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ആരും കൂടിയാണ്? ഒരു MLA കൂടിയാണ്. അല്ലേ? സോ നമ്മുടെ എല്ലാ മന്ത്രിമാരും എന്ത് തന്നെയാണ്? ലെജിസ്ലേച്ചറിനകത്തെ അംഗത്വം ഉള്ളവർ കൂടിയാണ്. അല്ലേ? അപ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും വേറെ വേറെ ആയിട്ട് വർക്ക് എന്ന് പറയാൻ സാധ്യമാണ്? ഒരിക്കലുമല്ല. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു MLAയുടെ ഡ്യൂട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ ഡ്യൂട്ടിയും ഉണ്ട്. ദാറ്റ്സ് വൈ A is a wrong statement. ദിസ് സംവിധാനം, പാർലമെൻ്ററി ഗവൺമെൻറ് സംവിധാനം പ്രൊവൈഡ്സ് ഫോർ കണ്ടിന്യൂറ്റി ഓഫ് പോളിസി. ആണോ? നമ്മുടെ സർക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് മാറി 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 വന്നേക്കാം. ഇപ്പോൾ ഇന്നത്തെ സർക്കാർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ സർക്കാർ തുടരണമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ നയങ്ങളും മാറിയേക്കാം. സോ ഇറ്റ് പ്രൊവൈഡ്സ് എന്തല്ല? കണ്ടിന്യൂറ്റി അങ്ങനെ എന്ത് ചെയ്യുന്നില്ല? പ്രൊവൈഡ് ചെയ്യുന്നില്ല. C ആണ് നമ്മുടെ ആൻസർ. എന്താണ്? എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. എന്തുകൊണ്ട് D തെറ്റി? ദി ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് cannot be changed with election. Who is head of the government? PM അല്ലെങ്കിൽ CM. ഒരു ഇലക്ഷൻ വഴി അല്ലാതെ PM-നെയോ CM-നെയോ മാറ്റാൻ സാധ്യമല്ല എന്ന് പറയുന്നു. ആണോ? ഒരിക്കലുമല്ല. എങ്ങനെ? മെജോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ 100%. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ പാർട്ടി A, പാർട്ടി B, പാർട്ടി C. ഓക്കെ, എക്സാമ്പിളിന് വേണ്ടി പറയാം, 3 പാർട്ടിക്കും 20 MLA-മാർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ 60 അംഗത്വമുള്ള അവിടെ ഒരു സർക്കാരിന് ഭരിക്കണമെങ്കിൽ എത്ര പേരെ സപ്പോർട്ട് വേണം? 31 MLA-മാർ എന്ത് വേണം? സപ്പോർട്ട് ആവശ്യമാണ്. അല്ലേ? ഓക്കെ, ഒരു 60 MLA-മാരുടെ ലെജിസ്ലേച്ചറിനകത്ത് എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുകയാണ്. ആ സർക്കാരിന് മുഖ്യമന്ത്രി ആണെങ്കിൽ എത്ര വേണം? പകുതി +1 ആയ 30 MLA-മാർ സപ്പോർട്ട് വേണം. അപ്പോൾ ആർക്കെങ്കിലും 31 ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ ഫോം എ കോയിലീഷൻ ഗവൺമെൻറ്. വാട്ട് ഈസ് കോയിലീഷൻ ഗവൺമെൻറ്? പാർട്ടികൾ ചേർന്ന് നടത്തുന്ന ഭരണമാണ് എന്ത്? കോയിലീഷൻ ഗവൺമെൻറ്. അസ്യൂം പാർട്ടി എയും പാർട്ടി ബിയും ഒരുമിച്ച് ഗവൺമെൻറ് ഫോം ചെയ്യാൻ വിചാരിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് എത്ര കിട്ടി? 34 MLA-മാരെ കിട്ടി. നൗ ഇതിലൊരാൾക്ക് എന്താകാൻ സാധ്യമാണ്? CM ആയിട്ട് ഫോം ചെയ്യാൻ സാധ്യമാണ്. അസ്യൂം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ അടി ഉണ്ടായെന്ന് വിചാരിക്കുക. പാർട്ടിക്കാരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് പിൻവലിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ CM-ന് എന്ത് കിട്ടി? മെജോറിറ്റി കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബീൻ്റെ ഒരു വ്യക്തിയാണ് CM ആയെന്ന് വിചാരിക്കുക. എക്കാര് സപ്പോർട്ട് പിൻവലിച്ചു. അപ്പോൾ പുള്ളിക്ക് എത്രയേ ഉള്ളൂ? 20 MLA-മാരെ സപ്പോർട്ടേ ഉള്ളൂ. ഗവൺമെൻറ് ഫോം ചെയ്യാൻ സാധ്യമാണോ? സാധ്യമല്ല. പുള്ളി എന്ത് ചെയ്യണം? രാജിവെക്കണം. നൗ അസ്യൂം ഒരു സർക്കാർ രാജിവെച്ചു എന്ന് കരുതികൊണ്ട് നമ്മൾ ഉടനെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യുന്നില്ല? പിരിച്ചുവിടുന്നില്ല. അടുത്ത ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുമോ നോക്കും. ഇനി അസ്യൂം ഇനി Aയും Cയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാൻ പോവാന്ന് വിചാരിക്കുക. ഇപ്പോൾ വേണമെങ്കിൽ എന്താണ്? Aയ്ക്കും Cയ്ക്കും ഒരുമിച്ച് ഗവൺമെൻറ് ഫോം ചെയ്യാൻ സാധ്യമാണ്. എത്ര നമ്പർ കിട്ടി? 40 കിട്ടി. സോ ഒരു ഇലക്ഷൻ വഴിയാണോ നമുക്ക് പുതിയ CM-നെ ചൂസ് ചെയ്യാൻ സാധിച്ചത്? ഒരിക്കലുമല്ല. സോ പാർട്ടിക്കകത്ത് മെജോറിറ്റി, സോ പാർട്ടികൾ തമ്മിലുള്ള സഖ്യങ്ങൾ, പാർട്ടികൾ തമ്മിലുള്ള സപ്പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും. സോ സി ദി ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് cannot be changed without election. ആണോ? ഇവിടെ ഇലക്ഷൻ വഴി എല്ലാത്തിനും സംഭവിച്ചു. പാർട്ടി സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് സംഭവിച്ചു. നമുക്ക് പുതിയ സർക്കാരിനെ ചൂസ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഡിയും എന്തായി മാറിയത്? തെറ്റായി മാറിയത്. ക്ലിയർ? സോ C is the right answer. അടുത്തൊരു ബ്യൂട്ടിഫുൾ ചോദ്യമാണ്. ഇൻ ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലൈസ്. ഇൻ ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലൈസ് എന്നാണ് ചോദ്യം. വായിച്ചേ. The power of judiciary to pronounce upon the constitutionality of laws and executive order. The power of judiciary to question the wisdom of laws
elected by the legislatures. The power of court is to review all the legislative enactments before they are assented to by the president. The power of court is to review its own judgments given earlier in similar or different cases. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് ഒരുപക്ഷെ പലതും ആൻസറായിട്ട് തോന്നിയേക്കാം. ഇറ്റ്സ് ഓക്കെ. ബി ഉത്തരം അല്ല. എന്തുകൊണ്ട്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഫോളോ ചെയ്യുന്ന ആ കൺസെപ്റ്റിൻ്റെ പേരെന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഈ പ്രൊസീജിയറിനെ പൊതുവെ എന്ത് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ? നമ്മൾ കോടതികൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഭരണഘടനാപരം നോക്കുകയാണെങ്കിൽ അത്തരം നിയമങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നുണ്ടോ? റീസണബിലിറ്റി ചോദ്യം ചെയ്യുന്നുണ്ടോ? പൊതുവെ എന്ത് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുക. കാരണം എന്താണ്? ആ പ്രൊസീജിയർ ശരിയാണെങ്കിൽ ആ നിയമം ഈസ് കൺസിഡേർഡ് ടു ബി വാലിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നില്ല? ക്വസ്റ്റ്യൻ ദി വിസ്ഡം ഓഫ് ലോസ്. ഉദ്ദേശശുദ്ധി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചോദ്യം ചെയ്യുന്നില്ല. അല്ലേ? സോ ബി ഈസ് റോങ്. സിയും തെറ്റാണ്. എന്തുകൊണ്ട്? ദി പവർ ഓഫ് കോടതി ഈസ് ടു റിവ്യൂ ഓൾ ദി ലെജിസ്ലേറ്റീവ് എനാക്ട്മെൻറ്റ്സ്. എപ്പോൾ? ബിഫോർ ദേ ആർ അസെൻറ്റഡ് ടു ബൈ ദി പ്രസിഡൻറ്റ്. രാഷ്ട്രപതി ഒപ്പുവെക്കാതെ ഒരു പാർലമെൻ്ററി ബില്ല് നിയമമാകുമോ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബിൽ ആൻഡ് ആൻ ആക്ട്? നമുക്കൊരു നിയമം വേണമെന്ന് വിചാരിക്കുക. നമ്മൾ ആ നിയമത്തിൻ്റെ പ്രൊപ്പോസൽ എവിടെ അവതരിപ്പിക്കും? പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. അല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു നിയമം വേണമെന്നൊരു MP പറയുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ബില്ല് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. വാട്ട് ഇസ് ബിൽ? എ ലെജിസ്ലേറ്റീവ് പ്രൊപ്പോസൽ. ഇങ്ങനെയൊരു നിയമം വേണമെന്നുള്ള ഒരു MP-യുടെ പ്രൊപ്പോസലാണെന്ത്? നമ്മൾ ബിൽ എന്ന് പറയുന്നത്. ആ ബില്ല് എങ്ങനെയാണ് പാസ്സാകുക? ലോക്സഭയിൽ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുന്നു, രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിൽ പാസ്സാകുന്നു. പാസ്സായാൽ മാത്രം അത് നിയമമാകുമോ? ഇല്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കണം? രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കണം. ആ ഒരു ബില്ലിൽ രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കാം, രാഷ്ട്രപതിക്ക് ഒപ്പുവെക്കാതിരിക്കാം, രാഷ്ട്രപതിക്ക് തിരികെ ആ ബില്ല് പാർലമെൻറ്റിലേക്ക് റിട്ടേണും അയക്കാവുന്നതാണ്. ദ തിങ് ഈസ് ദാറ്റ് അങ്ങനെ ഒരു പാർലമെൻ്ററി ബില്ല് രണ്ട് സഭകളും പാസ്സാക്കിയതിന് ശേഷം നമ്മൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം സൈൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ബിൽ എന്താകുന്നുള്ളൂ? ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു നിയമമാകുന്നുള്ളൂ. ദ തിങ് ഈസ് ദാറ്റ് ഒരു ആക്റ്റായ സാധനം മാത്രമേ കോടതിക്ക് എന്ത് സാധ്യമാകത്തുള്ളൂ? റിവ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ബില്ല് കോടതിക്ക് എന്ത് സാധ്യമല്ല? റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലായോ? പാർലമെൻറ്റിൽ കെട്ടിക്കിടക്കുന്ന ഒരു രാഷ്ട്രപതി ഒപ്പുവെക്കാത്ത ഒരു പ്രൊപ്പോസൽ കോടതിക്ക് എന്ത് സാധ്യമല്ല? റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല. പാർലമെൻറ്റ് പാസ്സാക്കിയതിനു ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ കോടതിക്ക് എന്ത് സാധ്യമാകത്തുള്ളത്? റിവ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. നൗ റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ദി പവർ ഓഫ് കോടതി ടു റിവ്യൂ ഓൾ ദി ലെജിസ്ലേറ്റീവ് എനാക്ട്മെൻറ്റ്സ് ബിഫോർ ദേ ആർ അസെൻറ്റഡ് ടു ബൈ ദി പ്രസിഡന്റ്. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിന് മുന്നേ എല്ലാ പാർലമെൻ്ററി ബില്ലുകളും റിവ്യൂ ചെയ്യുമെന്ന് പറയുന്നു. അതാണോ റിവ്യൂ? ഒരിക്കലും അതല്ല. സി, ചില രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക എടുത്തോളൂ. ഇപ്പോൾ ശ്രീലങ്കയിലെ സുപ്രീം കോടതിക്ക് ഒരു ബില്ലും എന്ത് ചെയ്യാവുന്നതാണ്? റിവ്യൂ ചെയ്യാവുന്നതാണ്. രാഷ്ട്രപതി സൈൻ ചെയ്യണമെന്നാലും നിർബന്ധമില്ല. സി, ഓരോരോ രാജ്യങ്ങളും അവർക്ക് ഇഷ്ടം എന്ത് ചെയ്യാൻ സാധ്യമാണ്? അവരുടെ നിയമങ്ങൾ ഫ്രെയിം ചെയ്യാൻ സാധ്യമാണ്. സോ ശ്രീലങ്കൻ ഭരണഘടനാ പ്രകാരം ഒരു ശ്രീലങ്കൻ രാഷ്ട്രപതി സൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ബില്ല് കോടതിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? റിവ്യൂ ചെയ്യാവുന്നതാണ്. ബട്ട് ആ സംവിധാനം എവിടെയില്ല? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു കോടതിക്ക് എന്ത് സാധ്യമാകത്തുള്ളൂ? ആ ബില്ലുകൾ ചോദ്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ? ഡിയും ഉത്തരം തെറ്റാണ്. വൈ? ദി പവർ ഓഫ് കോടതി ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ്സ് ഗിവൺ ഏർലിയർ. നമ്മുടെ കോടതിക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട്. ഒരിക്കൽ പറഞ്ഞ കാര്യം മാറ്റി പറയാൻ സാധ്യമാണ്. ക്ലിയർ? അത് നമ്മുടെ കോടതിക്കുള്ള പ്രത്യേക അധികാരമാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് കോടതി വിധി കൊണ്ടുവന്നു, അത് തെറ്റിപ്പോയെന്ന് ഭാവിയിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ ആ തെറ്റ് തന്നെ ഫോളോ ചെയ്യണോ? വേണ്ട. ആ തെറ്റ് തിരുത്താനുള്ള അവകാശമാണെന്ന് ആർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്? നമ്മൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കൊടുക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ പേരല്ല ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആ സംവിധാനത്തിൻ്റെ പേര് റിവൈസറി ജൂറിസ്ഡിക്ഷൻ എന്നാണ്. റിവൈസറി ജൂറിസ്ഡിക്ഷൻ. വാട്ട് ഈസ് ജൂറിസ്ഡിക്ഷൻ? അധികാരപരിധി. വാട്ട് ഈസ് റിവൈസറി? തിരുത്തുക. സോ ഒരിക്കൽ പറഞ്ഞ വിധിനെ തിരുത്താനുള്ള കോടതിയുടെ അധികാരപരിധിയുടെ പേരാണ് റിവൈസറി ജൂറിസ്ഡിക്ഷൻ. ദിസ് ഈസ് നോട്ട് ജുഡീഷ്യൽ റിവ്യൂ.
അപ്പം എന്താണ് റിവ്യൂ എന്ന് പറയുമ്പോൾ ദി പവർ ഓഫ് കോടതീസ് ടു പ്രൊനൗൺസ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ലോസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡർ. ജുഡീഷ്യറി അല്ലാത്ത മറ്റ് രണ്ട് വിഭാഗങ്ങളായ ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ഇവർ ലോ മേക്ക് ചെയ്യുകയാണെങ്കിലോ ഇവർ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിലോ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭരണഘടനാ വാലിഡിറ്റി, അത് ഭരണഘടനാ പ്രകാരം ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സംവിധാനത്തിൻ്റെ പേരാണെന്ത്? ജുഡീഷ്യൽ റിവ്യൂ. ക്ലിയർ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഭരണഘടനാപരമായിട്ട് വിസ്റ്റം ചെക്ക് ചെയ്യുന്നില്ല, രാഷ്ട്രപതി സൈൻ ചെയ്യുന്നതിന് മുന്നേ എല്ലാ ബില്ലുകളും റിവ്യൂ ചെയ്യുന്നില്ല, ഓർ സ്വന്തം വിധി മാറ്റിപ്പറയുന്നത് എന്തല്ല, ജുഡീഷ്യൽ റിവ്യൂ അല്ല. ദാറ്റ് ഇസ് വാട്ട് മീൻ ബൈ റിവൈസറി ജൂറിസ്ഡിക്ഷൻ. ക്ലിയർ? സോ വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ? മറ്റ് രണ്ട് ഓർഗൻസായ ലെജിസ്ലേച്ചറിൻ്റെ ആക്ഷൻസും എക്സിക്യൂട്ടീവിൻ്റെ ആക്ഷൻസിനും മൂന്നാമത്തെ ഓർഗനായ ജുഡീഷ്യറി ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഭരണഘടനാ വാലിഡിറ്റി നോക്കുകയാണെങ്കിൽ, ഒരു ഭരണഘടനാ പ്രകാരം ശരിയാണോ തെറ്റാണോ നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് വാട്ട് മീൻ ബൈ ജുഡീഷ്യൽ റിവ്യൂ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? എ ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ? ഫൈൻ. തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സീ യു ദെൻ. ബൈ.